Good morning. Legal Environment for Cooperatives or Corporation 2ൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, ഫീച്ചേഴ്സ് ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, വൈദ്യനാഥൻ കമ്മിറ്റി, recommendations of Vaidyanathan Committee, problems of cooperative sector in Kerala, and Kerala Cooperative Vision 2025. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നോക്കൂ, കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അല്ലേ. നമുക്കറിയാം ഏതൊരു സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള ആക്റ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഈസ് ദി ലോ റിലേറ്റിംഗ് ടു ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദി കേരള സ്റ്റേറ്റ്. അപ്പോൾ കേരള സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലോ ആണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 69 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരള സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ലോ ആണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ദെൻ ദി ആക്ട് ഹാസ് കം ഇൻ ടു ഫോഴ്സ് ഓൺ 5th May 1969. അപ്പോൾ 1969 മെയ് 15 എന്ത് പാസ്സാക്കിയുള്ളത്, ഈ ഒരു ആക്ട് KCS ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ദിസ് ആക്ട് റീപ്ലേസ്ഡ് ദി ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952 ആൻഡ് മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. അപ്പോൾ രണ്ട് ആക്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തതിന് ശേഷം റീപ്ലേസ് ചെയ്താണ് എന്ത് വന്നിട്ടുള്ളത്, കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും റീപ്ലേസ് ചെയ്തതാണ് എന്ത്, ഈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, the act has consolidated, amended and unified the role relating to cooperative societies in the state. അത് എന്തുമായി കൺസോളിഡേറ്റ് ചെയ്യണം അല്ലേ, കൂട്ടിച്ചേർത്താണ്. എന്തിനു വേണ്ടിയാണ്? സ്റ്റേറ്റിൽ നമ്മുടെ കേരള സ്റ്റേറ്റിന് വേണ്ടി എന്ത് ചെയ്യുന്നതാണ്, കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള ആക്റ്റാണ് ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ് ലെജിസ്ലേഷൻ ഓൾ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി സ്റ്റേറ്റ് ആർ ഗവേൺഡ് ഇൻ ദി കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ ഫലമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണ്, ആൾ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, എല്ലാ സഹകരണ സ്ഥാപനങ്ങളും എവിടെയാണ്, ഇൻ ദി സ്റ്റേറ്റ് അല്ലേ, നമ്മുടെ സ്റ്റേറ്റിലുള്ള എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ആർ ഗവേൺഡ് ബൈ ദി കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 69. അപ്പോൾ 1969 സഹകരണ സംഘ നിയമപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും പ്രവർത്തനങ്ങൾ ഗവേൺ ചെയ്യുന്നത്. ഇതാണ് 1969 ആക്ട്. ഓക്കെ, അപ്പോൾ കേരള സ്റ്റേറ്റിന് വേണ്ടിയുള്ള ആക്റ്റാണ് 1969 ആക്ട് എന്ന് പറയുന്നത്. രണ്ട് ആക്റ്റുകൾ മെർജ് ചെയ്തിട്ടാണ് അല്ലേ. ഏതൊക്കെയായിരുന്നു? ഒന്ന് ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952യും അതുപോലെ മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. ഇവ രണ്ടും റീപ്ലേസ് ചെയ്തിട്ടാണ് എന്ത് കൊണ്ടുവന്നുള്ളത്, കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവന്നുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീച്ചേഴ്സ് ഓഫ് KCS ആക്ട് 1969, 1969 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഫീച്ചേഴ്സാണ്. ഒന്നാമതായി പറയുന്നത് കോഓപ്പറേറ്റീവ് യൂണിയൻ. അതായത് അക്കോർഡിംഗ് ടു ദിസ് ആക്ട് പെർട്ടൈനിങ് ടു കോഓപ്പറേറ്റീവ് യൂണിയൻ, സെക്ഷൻ 88 ഡീൽസ് വിത്ത് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സെക്ഷൻ 89 ഡീൽസ് വിത്ത് ദി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ട് പ്രകാരം എന്ത് രൂപീകരിക്കുന്നുണ്ട്, ഒരു കോഓപ്പറേറ്റീവ് യൂണിയൻ നമ്മൾ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ 1969 ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 88 പ്രകാരം എന്താണ്, സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനും അതുപോലെ സെക്ഷൻ 89 പറയുന്നത് എന്താണ്, വിത്ത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനും. അപ്പോൾ ഈ ആക്ട് പ്രകാരം നമ്മൾ എന്ത് രൂപീകരിക്കുന്നുണ്ട്, കോഓപ്പറേറ്റീവ് യൂണിയൻ രൂപീകരിക്കുന്നുണ്ട്. രണ്ടാമത് കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണലാണ്. കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണൽ സെക്ഷൻ 81 ഡീൽസ് വിത്ത് ദി കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. നമ്മളന്ന് കമ്പനിയിൽ പഠിച്ചിരുന്നു ട്രൈബ്യൂണൽ അല്ലേ, തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അതോറിറ്റിയാണെന്നുള്ളത്. ട്രൈബ്യൂണൽ ഈസ് മെയ്ഡ് ഫോർ ഹിയറിംഗ് അപ്പീൽസ് എഗെയിൻസ്റ്റ് ഓർഡേഴ്സ്, അവാർഡ്സ്
ഓർ ഡിസിഷൻ ഓഫ് ദി രജിസ്ട്രാറുടെ ഡിസിഷൻസിനോ അല്ലെങ്കിൽ അവാർഡുകൾക്കോ അല്ലെങ്കിൽ ഓർഡറുകൾക്കോ എതിരായിട്ട് എന്താണ് അപ്പീലുകൾ ഹിയർ ചെയ്യാനുള്ള ഒരു അതോറിറ്റിയാണെന്ത് കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു തർക്കപരിഹാര വേദിയാണ് കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. നെക്സ്റ്റ് മൂന്നാമത്തത് അപ്പോയിൻമെൻറ്റ് ആൻഡ് സർവീസ് കണ്ടീഷൻസ്. ദിസ് ഈസ് എ unique feature of Kerala Cooperative Societies Act. The qualification, salary, service conditions of the employee are mentioned in the section 80. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം സെക്ഷൻ 80 പറയുന്നത് എന്താണ്, ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ എന്താണ് ഒരു എംപ്ലോയിയെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ സാലറീസ്, സർവീസ് കണ്ടീഷൻസ് തുടങ്ങിയവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് ആൻഡ് സർവീസ് കണ്ടീഷൻ എന്നുള്ള ഒരു ഇതിൽ സെക്ഷൻ 80 എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രകാരമാണ് എന്ത് ചെയ്യുക, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നമ്മളൊരു മെമ്പറെയോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയോ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്ക്, നാലാമത്തെ പീനൽ പ്രൊവിഷനാണ്. പീനൽ പ്രൊവിഷൻ ഫോർ ഡീലിംഗ് ദി ഇൻസിഡൻസ് ഓഫ് കറപ്ഷൻ, മാൾ പ്രാക്ടീസ്, മിസ്യൂസ് ഓഫ് പവർ ഇൻ എ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് അവിടെ കറപ്ഷൻ നടക്കുകയാണെങ്കിൽ, അഴിമതി, മാൾ പ്രാക്ടീസുകൾ അല്ലെ മിസ്യൂസ് ഓഫ് പവർ തുടങ്ങിയ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എ ന്യൂ പ്രൊവിഷൻ ഇസ് നോൺ ആസ് ചാർജ്. അപ്പോൾ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ ചാർജ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സർചാർജ് എന്ന് പറഞ്ഞത്. സെക്ഷൻ 68 പ്രകാരം എന്താണ്, സർചാർജാണ്. സർചാർജ് എന്നാൽ ഏതെങ്കിലും ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയോ എന്ത് ചെയ്യാണ്, സ്ഥാപനത്തിൽ കഴിമതിയോ അല്ലെങ്കിൽ മാൾ പ്രാക്ടീസുകളോ അല്ലെങ്കിൽ പവർ മിസ്യൂസ് ചെയ്യുകയോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എന്താണ് ഉള്ള നടപടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർചാർജ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമതായി പറഞ്ഞത് ചെക്ക് ഓൺ ബോഗസ് സൊസൈറ്റീസ് ആണ്. ബോഗസ് സൊസൈറ്റികൾ വ്യാജമായിട്ടുള്ള സൊസൈറ്റികളാണ്. അപ്പോൾ ഈ വ്യാജ സൊസൈറ്റികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതായത് അണ്ടർ സെക്ഷൻ 62 സബ്സെക്ഷൻ B, the minimum number of persons required for registering a cooperative society is fixed at 25. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് രൂപീകരിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള മിനിമം നമ്പേഴ്സ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് എത്രയാണ്, 25 ഓക്കെ. ആ 25, ദിസ് സെക്ഷൻ ആൾസോ പ്രൊവൈഡഡ് ദാറ്റ് സച്ച് പേഴ്സൺസ് ഷുഡ് ബിലോങ് ടു ഡിഫറെൻറ്റ് ഫാമിലീസ് ഇൻ പ്രൊവിഷൻ. അതും എങ്ങനെയായിരിക്കണം, ഡിഫറെൻറ്റ് ഫാമിലികളിൽ നിന്നുള്ള 25 മെമ്പേഴ്സാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സൊസൈറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുകയാണ്. അതൊരു ബോഗസ് സൊസൈറ്റികൾ രൂപീകരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ വ്യാജ സൊസൈറ്റികൾ ഉണ്ടാക്കുന്നത് നമുക്ക് തടയാൻ പറ്റുന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ആറാമതായി പറഞ്ഞു നോക്ക്, ലിമിറ്റഡ് ലാബിലിറ്റീസ്. പ്രൊവിഷൻ ഓഫ് ദി 69 ആക്ട് ഇൻസിസ്റ്റ് ദാറ്റ് സൊസൈറ്റീസ് ഷാൾ ബി രജിസ്റ്റേർഡ് ഇൻ ദി സ്റ്റേറ്റ് ഓൺലി വിത്ത് ദി ലിമിറ്റഡ് ലാബിലിറ്റി. അപ്പോൾ ഈ ഒരു 1969 ആക്ട് പ്രകാരം രൂപീകരിക്കുന്ന എല്ലാ സൊസൈറ്റികളുടെയും ബാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ലിമിറ്റഡ് ബാധ്യതയോട് കൂടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള വൈദ്യനാഥൻ കമ്മിറ്റി. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് വൈദ്യനാഥൻ കമ്മിറ്റി. ഇൻ 2004, Professor Vaidyanathan as the chairman constituted a committee to study the problems of cooperative banking and lending. ഓക്കെ, അപ്പോൾ 2004 എന്ത് ചെയ്തിട്ടുണ്ട്, വൈദ്യനാഥനെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്, ടു സ്റ്റഡി ദി പ്രോബ്ലംസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ആൻഡ് ലെൻഡിങ്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെ ലെൻഡിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി 2004 വൈദ്യനാഥനെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി എന്ത് ചെയ്തു, രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് വൈദ്യനാഥൻ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. ഓക്കെ, 2004 വൈദ്യനാഥനെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു, ടു സ്റ്റഡി ദി പ്രോബ്ലംസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ആൻഡ് ലെൻഡിങ്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിങ് ആൻഡ് ലെൻഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, 2004 കമ്മിറ്റി രൂപീകരിച്ചത്. ഇൻ 2005 ദി കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട്. അങ്ങനെ 2005 എന്ത് ചെയ്തു, ഈ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഓക്കെ, the report contains the main area of discussion as follows. അപ്പോൾ ഈ റിപ്പോർട്ടിൽ അവർ
തയ്യാറാകും മുമ്പ് എന്താണ് അവർ പ്രധാനമായും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രസൻറ്റ് കണ്ടീഷൻ ഓഫ് ദി കോപ്പറേറ്റീവ് സെക്ടർ, ഇപ്പോഴുള്ള അന്നത്തെ കാലത്തുള്ള കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളത് അവർ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പിന്നെ മാനേജീരിയൽ ആസ്പെക്റ്റ് ഓഫ് ഷോർട്ട് ടേം ലെൻഡിങ്, ഇടക്കാല വായ്പകളുടെ അല്ലെങ്കിൽ ഷോർട്ട് ടേം ലെൻഡിങ്ങുകളുടെ മാനേജീരിയൽ ആസ്പെക്റ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഓരോ കോർപ്പറേറ്റ് സൊസൈറ്റികൾക്കും ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ കിട്ടാനുള്ള എലിജിബിലിറ്റി എന്താണെന്നുള്ളത് എന്തുണ്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു. പിന്നെ അതുപോലെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഗവൺമെൻറ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഓഫ് സൊസൈറ്റികൾക്ക് എന്ത് കൊടുക്കണം? ടെക്നിക്കൽ അസിസ്റ്റൻസുകൾ കൊടുക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ലോ, അതായത് കോപ്പറേറ്റീവ് ബാങ്കിങ്ങിലേക്ക് നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റും എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്നോവേഷൻസ് ഇൻ കോപ്പറേറ്റീവ് ലെൻഡിങ്ങിൽ അല്ലെങ്കിൽ വായ്പകളിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം? വെറും പൈസ മാത്രം വായ്പ കൊടുക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ള സാധനങ്ങളും അല്ലെങ്കിൽ കമ്മോഡിറ്റികളും തുടങ്ങിയവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെൻഡിങ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പ്രോസസ് ഓഫ് 3 ടയർ സിസ്റ്റം, ത്രിതല സമ്പ്രദായം അല്ലെങ്കിൽ ത്രിതല വ്യവസ്ഥ നടപ്പിലാക്കുന്നതിൻ്റെ കാര്യങ്ങൾ. ഇത്രയും ഏരിയാസ് ആയിരുന്നു അവരെന്ത് ചെയ്തിട്ടുള്ളത്? പ്രധാനമായും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് 2005 എന്ത് ചെയ്ത് അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വൈദ്യനാഥൻ കമ്മിറ്റി 2004 ആണ് രൂപീകരിച്ചത്. കോപ്പറേറ്റീവ് ബാങ്കിങ്ങിനെ കുറിച്ചും ലെൻഡിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് 2004 കമ്മിറ്റി രൂപീകരിച്ചത്. 2005 എന്ത് ചെയ്തു? അവിടെ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിൻ റെക്കമെൻഡേഷൻസ് ഓഫ് വൈദ്യനാഥൻ കമ്മിറ്റിയുടെ പ്രധാനമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2004 കമ്മിറ്റി രൂപീകരിച്ചു, 2005 എന്ത് ചെയ്തു? റിപ്പോർട്ട് സമർപ്പിച്ചെന്ന് പറഞ്ഞു അല്ലേ. കുറേ ഏരിയകൾ ഡിസ്കസ് ചെയ്ത ശേഷമാണ് അല്ലെങ്കിൽ ചർച്ചയും പഠനങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്? അവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ ആ റിപ്പോർട്ടിൽ ഗവൺമെൻറ്റിനോട് അവർ ആവശ്യപ്പെട്ട കുറേ കാര്യങ്ങളായിരുന്നു, അവരുടെ റെക്കമെൻഡേഷൻസ് ആണ്. എങ്ങനെയായിരിക്കണം, എന്തൊക്കെ വേണം എന്നുള്ള കുറേ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ വെച്ചിട്ടുണ്ട്. അതിലൊന്നാമതൊക്കെ ഫിക്സിംഗ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഡിസ്ട്രിക്ട് ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നാമത്തെ റെക്കമെൻഡേഷൻ ഫിക്സ് ചെയ്യാൻ പറയുകയാണ് അല്ലേ. ഫിക്സിങ് ദി എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എല്ലാ സൊസൈറ്റികൾക്കും എന്ത് ചെയ്യണം? എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യണം. ആർക്കൊക്കെ എന്തൊക്കെ കിട്ടണം എന്നുള്ളൊരു കണ്ടീഷൻ എന്ത് ചെയ്യുകയാണ്? അവിടെ വെക്കുകയാണ്. ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആർക്കൊക്കെയാണ്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഡിസ്ട്രിക്റ്റ് ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ ഈ 3 ബാങ്കുകൾക്കും അല്ലെങ്കിൽ ഈ 3 ടയറിലുള്ള 3 ബാങ്കുകൾക്കും എന്ത് വെക്കണം? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ ടു റെഡ്യൂസ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഡിക്രീസ് ദി ഗവൺമെൻറ് റെപ്രസെൻറ്റേഷൻ ഇൻ ദി ഡയറക്ടർ ബോർഡ്. ഇനി എന്ത് ചെയ്യാൻ പറയുകയാണ്? ടു റെഡ്യൂസ് ദി ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ എന്ത് ചെയ്യാൻ പറയുകയാണ്? ഗവൺമെൻറ്റിൻ്റെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യണം? കുറയ്ക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ ഷെയർ ക്യാപിറ്റൽ കുറയ്ക്കുകയാണ്. അതേപോലെ തന്നെ എന്താണ്? ഡിക്രീസ് ദി ഗവൺമെൻറ് റെപ്രസെൻറ്റേഷൻ ഇൻ ദി ഡയറക്ടർ ബോർഡ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡിൽ എന്ത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യണം പറയുന്നുണ്ട്? അവരുടെ ഗവൺമെൻറ് റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യുകയും അതുപോലെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്യണം? ഡയറക്ടർ ബോർഡിൽ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് മൂന്നാമത്തത് ദി ആപ്ലിക്കേഷൻ ഓഫ് മെയിൻ സെക്ഷൻ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ടു ദി കോപ്പറേറ്റീവ് ദി കൺട്രി. ഇനി അടുത്തെന്തായെന്ന് പറയുന്നത് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ട് അല്ലേ, നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ട്. അപ്പോൾ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ മെയിൻ സെക്ഷനുകൾ എന്ത് ചെയ്യണം? കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്കും എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിങ് നിയമം വേറെയാണ്, അതുപോലെ അതുണ്ട്. എന്നാൽ പോലും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ മെയിൻ സെക്ഷനുകൾ വകുപ്പുകൾ എന്ത് ചെയ്യണം? നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്കും എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണമെന്നുള്ള റെക്കമെൻഡേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ നൽകിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്ക്,
പ്രൊഹിബിഷൻ ഓഫ് യൂസിങ് ടേം ബാങ്ക് ഓർ ബാങ്കർ വിത്ത് ദി നെയിം ഓഫ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല പറയുന്നുണ്ട്, നിരോധിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ദ യൂസിങ് ഓഫ് ടേം ബാങ്ക് ആൻഡ് ബാങ്കർ, ബാങ്ക് എന്ന പേര്, ബാങ്ക് ആൻഡ് ബാങ്കർ എന്നുള്ള ആ ടേമുകൾ എന്ത് ചെയ്യാൻ പാടില്ല, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിക്കാൻ പാടില്ല. ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മാത്രമേ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കർ എന്നുള്ള ആ പേര് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള എന്ത് വൈദ്യനാഥൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. അത് നോൺ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പാടില്ല, ആ ടേം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ എന്ത് ചെയ്തു, വെച്ചു. ദെൻ നെക്സ്റ്റ് നോക്ക്, നോൺ ബാങ്കിങ് കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് റിസീവ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്. അപ്പോൾ നമ്മൾ പറഞ്ഞു നോൺ ബാങ്കിങ് കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നോൺ ബാങ്കിങ് കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കിങ് അല്ലാത്ത പ്രവർത്തനം നടക്കുന്ന കോർപ്പറേറ്റ് സൊസൈറ്റികളുണ്ട്. അപ്പോൾ ഈ നോൺ ബാങ്കിങ് കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പാടില്ല, ഷുഡ് നോട്ട് റിസീവ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്. പബ്ലിക്കിൽ നിന്നും എന്ത് സ്വീകരിക്കാൻ പാടില്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബാങ്കുകൾ നോൺ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല, ഈ ഒരു മെമ്പറിൽമാരിൽ നിന്നോ അല്ലെങ്കിൽ നോൺ മെമ്പറിൽമാരിൽ നിന്നോ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അടുത്ത റെക്കമെൻഡേഷൻ, if the name and area of operation of the cooperative society wish to make changes, the approval of the RBI is required. അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരോ അല്ലെങ്കിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ, പ്രവർത്തന പരിധിയോ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ദി അപ്രൂവൽ ഓഫ് ദി RBI ഈസ് റിക്വയർഡ്. അപ്പോൾ നമ്മൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷനോ എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പറയുന്നുണ്ട്, അതിന് RBIയുടെ സമ്മതം അല്ലെങ്കിൽ അപ്രൂവൽ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരോ അല്ലെങ്കിൽ പ്രവർത്തന പരിധിയോ മാറ്റം വരുത്താൻ പാടില്ല. നെക്സ്റ്റ്, മാനേജിംഗ് കമ്മിറ്റി കൺസിസ്റ്റ് അറ്റ്ലീസ്റ്റ് 3 persons എക്സ്പീരിയൻസ്ഡ് ഇൻ ദി ബാങ്കിങ് ലോ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയിൽ ആരുൾപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് 3 persons അല്ലേ, 3 വ്യക്തികൾ ഉൾപ്പെടണം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ബാങ്കിങ് ലോയിലും അതുപോലെ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും എന്താണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 3 ആൾക്കാർ എവിടെ ഉൾപ്പെടുന്നുണ്ട്, മാനേജിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടണം. അതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ കോപ്പറേറ്റീവ് ബാങ്കിങ് മാനേജ്മെൻറ്റിനെ കുറിച്ചും ബാങ്കിങ് ലോയിനെ കുറിച്ചും എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 3 ആൾക്കാർ എവിടെ വേണം, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ വേണം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഷുഡ് ഓഡിറ്റ് ആൻഡ് സർട്ടിഫൈഡ് ബൈ ദി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റും എന്ത് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്, ഷുഡ് ബി ഓഡിറ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ എന്താണ് ബാലൻസ് ഷീറ്റും ഓഡിറ്റ് ചെയ്യണം, സർട്ടിഫൈ ചെയ്യണം. ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ദി മാനേജിംഗ് കമ്മിറ്റി കനോട്ട് ബി ഡിസോൾവ്ഡ് വിത്തൗട്ട് പെർമിഷൻ ഫ്രം ദി RBI. ഇനി മാനേജിംഗ് കമ്മിറ്റി നമ്മൾ പിരിച്ചുവിടണമെന്ന് വിചാരിച്ചോളെ, പിരിച്ചുവിടണമെങ്കിൽ എന്ത് വേണം, അതിന് RBIയുടെ പെർമിഷൻ കൂടാതെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്യാൻ പാടില്ല, പിരിച്ചുവിടാൻ പാടില്ല എന്നുള്ളതാണ് അവർ റെക്കമെൻഡേഷൻ പ്രൊവൈഡ് ചെയ്തത്. ആൻഡ് ലാസ്റ്റ് വൺ, ദ പവേഴ്സ് ഫോർ അപ്പോയിൻറ്റിംഗ് അഡ്മിനിസ്ട്രേറ്റർ ഈസ് വെസ്റ്റഡ് ഇൻ RBI. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ആവശ്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കാനുള്ള പവർ ആരിൽ നിക്ഷിപ്തമാണ്, RBIയിൽ നിക്ഷിപ്തമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും റെക്കമെൻഡേഷൻസാണ് ആര് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, വൈദ്യനാഥൻ കമ്മിറ്റി നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2004 പ്രൊഫസർ വൈദ്യനാഥനെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് വൈദ്യനാഥൻ കമ്മിറ്റി. എന്തിനു വേണ്ടിയായിരുന്നു, ആ കോപ്പറേറ്റീവ് ലെൻഡിങ്ങിനെ കുറിച്ചും ബാങ്കിങ്ങിനെ കുറിച്ചും ഉള്ള അവരുടെ പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, 2005 അവിടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ഗവൺമെൻറ്റിനോട് ധാരാളം റെക്കമെൻഡേഷൻ എന്ത് ചെയ്തു, ആവശ്യപ്പെടുകയും ചെയ്തു. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോബ്ലംസ് ഓർ ചലഞ്ചസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. കോപ്പറേറ്റീവ് സെക്ടറിൽ കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളെക്കുറിച്ചാണ്. ഓക്കെ,
Cooperatives in Kerala faces two types of problems. One is internal and other is external. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിലെ കോപ്പറേറ്റീവ് മേഖല രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് എന്ത് ചെയ്യുന്നത് ഫേസ് ചെയ്യുന്നത്. ഒന്ന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സുകൾ അല്ലെങ്കിൽ ഇൻറ്റേർണൽ പ്രോബ്ലംസ് എന്നും രണ്ടാമതാണ് ഈ എക്സ്റ്റേണൽ പ്രോബ്ലംസ്. അപ്പോൾ സ്ഥാപനത്തിനകത്തും സ്ഥാപനത്തിന് പുറത്തും എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം പ്രോബ്ലംസ് ആര് ഫേസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോപ്പറേറ്റീവ് മേഖല ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. ഓക്കെ, സ്ഥാപനത്തിനകത്തുള്ള കാര്യങ്ങളാണ്. രണ്ടാമത് എക്സ്റ്റേണൽ ആണ്. ഇനി ഇൻറ്റേർണൽ ഫസ്റ്റ് വൺ നോക്ക്, ലോസ് ഓഫ് പാർട്ടിസിപ്പേഷൻ, സോ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ അല്ലേ. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ മെമ്പർമാരുടെ പാർട്ടിസിപ്പേഷനാണ്. വെൻ വി സേ അബൌട്ട് കോപ്പറേറ്റീവ്സ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് സപ്പോർട്ട്. ബട്ട് അല്ലേ, എന്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വിജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതുപോലെ എന്താണ് സപ്പോർട്ടുമാണ്. ബട്ട് നൗ എ ഡേയ്സ് എവരി വൺ ഈസ് എവേ ഫ്രം കോപ്പറേറ്റീവ് ബാങ്ക്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്താണ് ഇന്ന് എല്ലാവരും കോപ്പറേറ്റീവ് മേഖലയിൽ നിന്നും പിന്മാറുകയാണ് അല്ലെങ്കിൽ എവേ ചെയ്യുകയാണ് ചെയ്യുന്നതിനുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ. ഓക്കെ, ലോസ് ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ കോപ്പറേറ്റീവ് മേഖലയിൽ എന്ത് ചെയ്യുന്നില്ല, ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് ലാക്ക് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ആനുവൽ മീറ്റിംഗ്. അപ്പോൾ ഒരു എല്ലാ സൊസൈറ്റി അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷനും എന്ത് ചെയ്യാറുണ്ട്, ആനുവൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാറുണ്ട് അല്ലേ, ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാറുണ്ട്. റീസെൻ്റ്ലി ദ മെമ്പേഴ്സ് ആർ നോട്ട് അറ്റൻഡിങ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലേ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു മെമ്പർമാരും പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നുമല്ല, നോർമലായിട്ട് മെമ്പർമാർ എന്ത് ചെയ്യുന്നില്ല, പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. ദിസ് വിൽ അഫക്റ്റ് ദി ഫങ്ഷനിങ് ഓഫ് സൊസൈറ്റി. ഇതെന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയുടെ ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും പാർട്ടിസിപ്പേറ്റും ചെയ്യുകയും ചെയ്താൽ എന്താണ്, ആ സൊസൈറ്റിയെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫങ്ഷൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെ എന്തില്ല, പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു റീസണായിട്ട് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തേക്ക് ഇനെഫിഷ്യൻറ്റ് ആൻഡ് അൺഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് അല്ലേ. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമുക്ക് എന്തിപ്പോൾ കാണാൻ കഴിയുന്നില്ല, ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ലീഡർഷിപ്പാണ് എവിടെ ഉള്ളത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. നാലാമത്തെ പ്രോബ്ലം ലോവർ എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ ബാങ്കിങ് ഓർഗനൈസേഷനും എന്താണ്, അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തീരുമാനിക്കുന്ന ആരായിരിക്കും, ഫിക്സഡ് ചെയ്യുന്നത് ബൈ RBI ആണ്. ഓക്കെ, ഏതൊരു കോപ്പറേറ്റീവ് മേഖലയുടെയും ഏതൊരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നത് ആരാണ്, RBI ആണ്. ബട്ട് ഡിസ്ട്രിക്റ്റ് ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ്സ് ആർ ഹാവിങ് ലെസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അവിടെ നമുക്ക് 3 ടയറിലുള്ള പ്രൈമറി ലെവലുകൾക്കും അതുപോലെ സെൻട്രൽ ലെവലുകൾക്കും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും എന്താണ്, അവർക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കുറവാണെന്നുള്ളതാണ്. നെക്സ്റ്റ് അഞ്ചാമതായി പറഞ്ഞത് ലാക്ക് ഓഫ് പ്രൊഫഷണലിസം അല്ലേ. ഇറ്റ് ഈസ് അനദർ മേജർ ഡ്രോബാക്ക് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദർ ഈസ് നോ പെനൽറ്റീസ് ടു സോൾവ് ദിസ് പ്രോബ്ലം. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് മേഖല ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനമായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നതാണ് പ്രൊഫഷണലിസമാണ്. അപ്പോൾ ഈ പ്രൊഫഷണലിസം ആരെക്കൊണ്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല, ഈ ഒരു കോപ്പറേറ്റീവ് മേഖലയെ കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ദെൻ ദർ ഈസ് നോ പെനൽറ്റീസ് ടു സോൾവ് ദിസ് പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെയൊരു എന്താണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്താണ്, ദർ ഇസ് നോ പെനൽറ്റീസ് അല്ലേ, ഒരു ഒറ്റമൂലിയും എന്തില്ല ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ്. പ്രൊഫഷണൽസ് നടപ്പിലാക്കണം, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യണം, അവിടെ നമുക്ക് സക്സസ് ആക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ അത് നടപ്പിലാക്കാനുള്ള എന്താണ്, വേറൊരു മാർഗ്ഗങ്ങളും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലമായിട്ട് പറയുന്നത്. ദെൻ ഹൈ എമൗണ്ട് ഓഫ് ഓവർ ഡ്യൂ അല്ലേ. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് കൂടുന്നുണ്ട്, ഓവർ ഡ്യൂ കൂടുകയാണ്. എന്താ ഓവർ ഡ്യൂ എന്നാൽ ഇല്ലേ, കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്, എമൗണ്ട് കിട്ടാനുള്ള എമൗണ്ടാണ്. അപ്പോൾ അവിടെ ദി കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ അണേബിൾ ടു കളക്ട് ദെയർ ഓൺ ലോൺ എമൗണ്ട് പ്രോപ്പർലി അല്ലേ. അവർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കൊടുത്തിട്ടുള്ള, അവർക്ക് മെമ്പർമാർക്ക് കൊടുത്തിട്ടുള്ള ലോണുകൾ തിരിച്ചു വാങ്ങാനുള്ള എബിലിറ്റി ആർക്ക് കുറവാണ്, കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കുറവാണെന്നുള്ള പറയുകയാണ്. അവർ അണേബിൾ ആണ്. ഓക്കെ, ആസ് എ റിസൾട്ട് അതിൻ്റെ ഫലമായിട്ട് എന്താണ്, ദർ വാസ് മൗണ്ടിങ് ഓഫ് ബാഡ് ഡെപ്റ്റ്. അപ്പോൾ കിട്ടാക്കടം എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ലോണ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ ലോണ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, തിരിച്ചടയ്ക്കാൻ അവർ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ തിരിച്ച് കിട്ടാൻ എന്താണ് ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അത് എന്തിന് കാരണമാവുകയാണ്, ദർ വാസ് മൗണ്ടിങ് ബാഡ് ഡെപ്റ്റ്. ഏഴാമതായി പറയുന്നത് പ്രോപ്പർ ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ അല്ലേ. ഒരു കോപ്പറേറ്റീവ് ബാങ്ക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആർ അണേബിൾ ടു ഇംപ്ലിമെൻറ്റ് മോഡേൺ ടെക്നോളജി പ്രോപ്പർലി. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് എന്താണ് ഒരു
മോഡേൺ ടെക്നോളജി കോപ്പറേറ്റീവ് മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് കോപ്പറേറ്റീവ് മേഖലയിൽ ഫേസ് ചെയ്യുന്ന ഇൻറ്റേർണൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നോക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. ഓക്കെ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നാമതായി പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് കോമ്പറ്റീഷൻ. ഓപ്പൺ മാർക്കറ്റ് കോമ്പറ്റീഷൻ അതായത് മത്സരമാണ് അല്ലേ, തുറന്ന വിപണിയുള്ള മത്സരങ്ങളാണ്. ദ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫേസസ് കോമ്പറ്റീഷൻ ഫ്രം പ്രൈവറ്റ് ബാങ്ക്സ്, ഷെഡ്യൂൾഡ് ബാങ്ക് ആൻഡ് നാഷണലൈസ്ഡ് ബാങ്ക്. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് മേഖല നന്നായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണെന്ത്, മാർക്കറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ആരുമായിട്ടാണ്? പ്രൈവറ്റ് ബാങ്കുമായിട്ടും അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുമായിട്ടും അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ല കോമ്പറ്റീഷൻ ആര് ഫേസ് ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമായിട്ട് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് ഫിനാൻഷ്യൽ പോളിസി, സാമ്പത്തികമായിട്ടുള്ള നയങ്ങളാണ്. ഇൻ ഓൾഡൻ ഡേയ്സ് ഫിനാൻഷ്യൽ പോളിസി വാസ് ഫ്രെയിംഡ് ബൈ ദി ഗവൺമെൻറ് കൺസിഡർഡ് ഇൻ ദി കോപ്പറേറ്റീവ് ബാങ്ക്സ്. അല്ലേ, ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു, ഈ ഒരു ഫിനാൻഷ്യൽ പോളിസി രാഷ്ട്രത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള നയങ്ങൾ ഫ്രെയിം ചെയ്യുന്നതിൽ എന്തായിരുന്നു, ഗവൺമെൻറ് കോപ്പറേറ്റീവ് ബാങ്കുകളെ പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ്. ബട്ട് റീസെൻ്റ്ലി ഡ്യൂ ടു ലിബറലൈസേഷൻ പോളിസീസ് അല്ലേ, ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായിട്ടും അല്ലെങ്കിൽ ഉദാര നയങ്ങളുടെയും ഫലമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആർ നോട്ട് ഗെറ്റിംഗ് ഇമ്പോർട്ടൻസ് ടു ദി കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇപ്പോഴുള്ള നയങ്ങളിൽ, സാമ്പത്തികമായ നയങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കോപ്പറേറ്റീവിനെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ പോളിസി നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഫോം ചെയ്യുമ്പോൾ, രൂപീകരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, അതിൽ നമ്മൾ കോപ്പറേറ്റീവ്സിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ആൻഡ് മൂന്നാമത് നോക്ക് പ്രോബ്ലംസ് ഡ്യൂ ടു എനാക്ട്മെൻറ്റ് ഓഫ് സെർട്ടൻ ആക്ട്സ്. ചില ആക്റ്റുകൾ എന്താണ് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നോക്ക് ദി എക്സംഷൻ അലൗഡ് ടു കോപ്പറേറ്റീവ്സ് ആസ് ഫോർ സെക്ഷൻ 80 സബ്സെക്ഷൻ പി. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്താണ്, സെക്ഷൻ 80 സബ്സെക്ഷൻ പി പ്രകാരം എന്താണ് എക്സംഷൻ കിട്ടിയിരുന്നു, കോപ്പറേറ്റീവുകൾക്ക് എക്സംഷൻ ലഭിച്ചിരുന്നു. എന്നാൽ അതെന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വിഡ്രോ ചെയ്തപ്പോൾ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമായിട്ട് വരികയാണ്. പിന്നെ നാലാമത് നോക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അമെൻമെൻറ്റ് 2012. 2012 എന്തു, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അമെൻമെൻറ്റ് ചെയ്തു. ആസ് പെർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അമെൻമെൻറ്റ് 2012 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അമെൻമെൻറ്റ് പ്രകാരം എന്താണ്, സെർട്ടൈൻ പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ദി കോപ്പറേറ്റീവ്സ് വേർ വിഡ്രോൺ. അതുവരെ ഉണ്ടായിരുന്ന കോപ്പറേറ്റ് സൊസൈറ്റികൾക്ക് മാത്രം ഉണ്ടായിരുന്ന ചില സ്പെഷ്യൽ പ്രിവിലേജസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പറേറ്റിൽ നിന്നും വിഡ്രോ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആക്ട് പ്രകാരം അല്ലെങ്കിൽ ആക്ട് അമെൻമെൻറ്റ് ചെയ്തപ്പോൾ കോപ്പറേറ്റ് സൊസൈറ്റികൾക്ക് ഉണ്ടായിരുന്ന സ്പെഷ്യൽ പ്രിവിലേജുകൾ എന്ത് ചെയ്തു, എൻജോയ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്തു എന്നുള്ളതാണ്. ദെൻ അഞ്ചാമത്തെ പ്രോബ്ലം ജൻധൻ യോജന പ്രോഗ്രാം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, പ്രധാനമന്ത്രി കൊണ്ടുവന്നുള്ള ഒരു പ്രോഗ്രാമാണ് ജൻധൻ യോജന. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിപാടി അല്ലേ. അപ്പം ന്യൂലി ഇംപ്ലിമെൻറ്റഡ് പ്രോഗ്രാം ഓഫ് പ്രൈം മിനിസ്റ്റർ ജൻധൻ യോജന പ്രോഗ്രാം ടു ബ്രിങ് ഓൾ ഇൻഹിബിറ്റൻസ് ഓഫ് ഇന്ത്യ ഇൻ ബാങ്കിങ് ഏരിയ ടു പ്രൊവൈഡ് ഓൾ ബാങ്കിങ് ഫെസിലിറ്റീവ്സ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും എന്താണ്, എല്ലാ അംഗങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കും എന്താണ് ബാങ്കിങ് സൗകര്യങ്ങൾ കൊടുക്കുക, ബാങ്കിങ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നുള്ള പ്രോഗ്രാമായിരുന്നു ജൻധൻ യോജന പ്രോഗ്രാം. ബട്ട് എന്താണ്, ഓൺലി നാഷണലൈസ്ഡ് ആൻഡ് പ്രൈവറ്റ് ബാങ്ക്സ്. അതും ആർക്ക് മാത്രമായിരുന്നു, ഈ സ്വകാര്യ നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും പ്രൈവറ്റ് ബാങ്കുകളുടെയും മാത്രമാണ് ആ പ്രോഗ്രാം എന്ത് ചെയ്തിട്ടുള്ളത്, നടപ്പിലാക്കിയിട്ടുള്ളത്. അതിലും ആര് ഒഴിവാക്കപ്പെട്ടു, ഈ ഒരു കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, കേരളത്തിലെ കോപ്പറേറ്റീവ് മേഖല ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. 2 പ്രോബ്ലംസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു, ഒന്ന് ഇൻറ്റേർണൽ ഉണ്ട്, ഒന്ന് എക്സ്റ്റേണൽ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് കേരള കോപ്പറേറ്റീവ് വിഷൻ 2025. 2025 ആകുമ്പോഴേക്കും നമ്മുടെ കോപ്പറേറ്റീവ് മേഖല എങ്ങനെയാകുമെന്നതിൻ്റെ കുറച്ച് കാഴ്ചപ്പാടുകളാണ്. ഓക്കെ, ദ വിഷൻസ് ആർ സ്റ്റേറ്റഡ് ഇൻ കോപ്പറേറ്റീവ് കോൺഫറൻസ് ഹെൽഡ് ഇൻ ഓഗസ്റ്റ് 22, 24, 26, 2015 അറ്റ് മൂന്നാർ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് കേരള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. കേരള സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ വെച്ചുകൊണ്ട് ഓഗസ്റ്റ് 22, 24, 26 തീയതികളിൽ വെച്ച് എന്ത് ചെയ്തു, മൂന്നാറിൽ കൊണ്ട് ഒരു കോപ്പറേറ്റീവ് കോൺഫറൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അന്ന് അവർ കുറച്ച് ഉണ്ടാക്കിയ കുറച്ച് വിഷൻസാണ് താഴെ പറയുന്നത്. ഓക്കെ, ഒന്നാമത് നോക്ക്, ബൈ 2025 ഓൾ പ്രൈമറി കോപ്പറേറ്റീവ്സ് ഇൻ ദി സ്റ്റേറ്റ് ഷുഡ് ബി റൺ ടു പ്രോഫിറ്റ്. 2025 ആകുമ്പോഴേക്കും നമ്മുടെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്തിൽ വർക്ക് ചെയ്യും? പ്രോഫിറ്റിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്, ഓൾ റെസിഡൻസ് ഇൻ ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി ഷുഡ് ബി ദി മെമ്പേഴ്സ്. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലുള്ള എല്ലാ റെസിഡൻറ്റുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഷുഡ് ബി ദി മെമ്പർ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ആ സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും? മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത്, ഓൾ ടൈപ്സ് ഓഫ് റിക്വയർമെൻറ്റ് ഓഫ് ദി മെമ്പർ ഷുഡ് ബി മീറ്റ് ബൈ സൊസൈറ്റി. അപ്പോൾ മെമ്പറുടെ എല്ലാ റിക്വയർമെൻറ്റുകളും, സൊസൈറ്റിയിലെ ഒരു മെമ്പർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ഈ ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മീറ്റ് ബൈ ദി സൊസൈറ്റി മീറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. ദെൻ, ഓൾ ടൈപ്സ് ഓഫ് അസിസ്റ്റൻസ് ഫോർ ഇൻക്രീസിങ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഷുഡ് ബി പ്രൊവൈഡഡ് ടു മെമ്പർമാർക്ക് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ, ഓൾ മെഷേഴ്സ് ടേക്കൺ ഫോർ മാർക്കറ്റിംഗ് ദി പ്രൊഡക്ട്സ്. എല്ലാ പ്രൊഡക്റ്റുകളെല്ലാം മാർക്കറ്റ് ചെയ്യാനുള്ള നടപടികൾ എന്ത് ചെയ്യും? കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. ദെൻ അതുപോലെ അടുത്തേക്ക്, സൊസൈറ്റി ടേക്ക് നെസസറി മെഷേഴ്സ് ടേക്കൺ ഫോർ സപ്ലൈയിങ് നെസസറീസ് ഓഫ് ഡെയിലി ലൈഫ് ഓഫ് മെമ്പേഴ്സിൻ്റെ ഡെയിലി ലൈഫിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുന്നുള്ളതാണ്. ആരാണ്? ബൈ ദി സൊസൈറ്റി. പിന്നെ ഓൾ നോൺ ക്രെഡിറ്റ് ഓപ്പറേഷൻസ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ്. വായ്പ മാത്രമല്ലാത്ത അല്ലെങ്കിൽ നോൺ ക്രെഡിറ്റ് ഓപ്പറേഷൻസ്, അല്ലേ, പ്രോസസ്സിംഗ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ഓപ്പറേഷൻസും എന്ത് ചെയ്യും? കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അടുത്ത്, അറേഞ്ച് ഫോർ കോസ്റ്റ് ഓഫ് ഡെത്ത് ഫണ്ട് ആൻഡ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ടു മെമ്പേഴ്സ്. അതായത് ഏതെങ്കിലും മെമ്പറുടെ മരിച്ചു കഴിഞ്ഞാൽ അതുമായി ഡെത്ത് കോസ്റ്റ് മരണാനന്തര ചെലവുമായി ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങൾ, പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളും എന്ത് ചെയ്യും? കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, അറേഞ്ച് അദാലത്ത് ഫോർ സോൾവിങ് പ്രോബ്ലംസ് എമംഗ് ദി മെമ്പർമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യും? അദാലത്തുകൾ അറേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലേബർ ബാങ്ക് ടു ജോബ്ലെസ് മെമ്പേഴ്സ്. ജോബില്ലാത്ത അംഗങ്ങൾക്ക് ജോബ് നൽകാൻ വേണ്ടി എന്ത് ചെയ്യും? ലേബർ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ഇത്രയും നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ വിഷൻസാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മൂന്നാറിൽ വെച്ച് ചേർന്നിട്ടുള്ള ആ കോൺഫറൻസിൽ അവർ എടുത്ത തീരുമാനങ്ങൾ. ഓക്കെ, നടപ്പിലാക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കഴിയാണ്. ഓക്കെ.